അർജുനെയും വഹിച്ചുള്ള ആംബുലൻസ് നിർത്തിയിട്ട്. അർജുന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കുക. റിയാസ് KMR തയ്യാറാക്കിയ വാർത്തകൾ. മലയാളിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞുപോയ പ്രിയപ്പെട്ട അർജുൻ അവസാനമായി ഒരിക്കൽ കൂടി കണ്ണാടിക്കലിലെ ഈ വീട്ടിലേക്ക് എത്തും. നാളെ രാവിലെ 8 മണിക്കാണ് മൃതദേഹം വിലാപയാത്രയായി ഈ വീട്ടിലേക്ക് എത്തിക്കുക. ഇന്ന് രാത്രി കാർവാറിൽ നിന്നും പുറപ്പെട്ട മൃതദേഹം കാർവാർ MLA സതീഷ് സൈലും മഞ്ചേശ്വരം MLA AK അഷ്റഫും അനുഗമിക്കുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ജന്മനാട്ടിൽ മൃതദേഹം എത്തുക. പൂളാടിക്കുന്നിൽ വെച്ച് അർജുൻ്റെ സഹപ്രവർത്തകരായിരുന്ന ലോറി ഡ്രൈവർമാർ ആംബുലൻസിനെ അനുഗമിക്കും. തുടർന്ന് കണ്ണാടിക്കലിൽ എത്തുന്ന മൃതദേഹത്തെ വിലാപയാത്രയായാണ് നാട്ടുകാർ വീട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 1 മണിക്കൂർ പൊതുദർശനം നടക്കും. പൊതുദർശനത്തിൽ അവസാനമായി ഒരു നോക്ക് അർജുനെ കാണാനെത്തുന്ന എല്ലാവർക്കും അതിനുള്ള അവസരവും ഒരുക്കും. അതിനുശേഷം അർജുൻ നേരത്തെ വാങ്ങിയിരുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തായി വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം ഒരുക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെയാണ് അർജുൻ അവസാനമായി തൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നത്. അർജുനെ കാണാനായി അച്ഛനും അമ്മയും സഹോദരങ്ങളും ഈ വീട്ടിൽ വേദനയോടെ കാത്തു നിൽക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന പ്രശ്നത്തിൽ ADGP അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിനെതിരെ 3-ാം ദിവസമായി ഇന്നും CPM മുഖപത്രമായ ജനയുഗം ലേഖനം പ്രസിദ്ധീകരിച്ചു. റവന്യൂ മന്ത്രിക്ക് പൂരവേദിയിലെത്താൻ കഴിയാത്ത വിധം ADGP വഴിമുടക്കിയത് ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം